സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ് ഇറ്റ്സ് മീ വൈപ്രോൺ കമ്മി മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും കേസ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് അതെ ഹാർഡ് ഡിസ്ക് ഇതിൻ്റെ നമ്മുടെ പഴയൊരു PC ഉണ്ടായിരുന്നു. അതിൻ്റെ അത് വിൻഡോസ് XP ആണ്, വിൻഡോസ് XP. അപ്പോൾ അത് കണക്ട് ചെയ്ത ഇതാണ്. ഇതിപ്പം അത് PC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണക്ടർ ഇപ്പോൾ നമ്മുടെ ലാപ്പിൽ ഒരു കണക്ട് ചെയ്തിട്ട് ഡേറ്റാസ് എല്ലാം വർക്കിംഗ് ആണോ അതൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുവേണ്ടി കണക്ടർ ഞാൻ മേടിച്ചായിരുന്നു. കണക്ടറിൻ്റെ അൺബോക്സിങ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർ പാക്ക് ചെയ്ത് നോക്കി. നമ്മുടെ ഇത് ആദ്യം കിട്ടുന്നത് അമ്മ ജസ്റ്റ് അൺബോക്സ് ചെയ്തായിരുന്നു. സംഭവം തന്നെ കാണിച്ചാലേ ഒരു കുഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ സംഭവം അൺബോക്സ് ചെയ്തു. ഇതാണ് സംഭവം, കണ്ടല്ലോ. ഇതാണ് ഇത്. രണ്ട് ടൈപ്പ് കണക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഈസി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നി. രണ്ട് കണക്ഷൻ യൂസ് ചെയ്യുമ്പോൾ അറിയാം. ഫസ്റ്റ് ഒരു യൂസർ മാനുവൽ, അത് എങ്ങനത്തെ ടൈപ്പ് എത്ര ഇഞ്ച് HDD ഇത് കണക്ട് ചെയ്യുന്നുള്ളത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2.5 ആൻഡ് 3.5 പിന്നെ രണ്ട് ടൈപ്പ് USB ഡേറ്റ ഉണ്ട്. 12 വോൾട്ട് കണക്ഷൻസ് ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വിൻഡോസ് 8 വിൻഡോസ് 2000, വിൻഡോസ് XP, വിൻഡോസ് ലിനക്സ്, മാക് OS ഇതിലെല്ലാം വർക്കാണ്. വിൻഡോസ് 10 ഇത് വരയ്ക്കുമെന്നാണ് നമ്മുടെ ഡൗട്ട്. നമ്മളെ കയ്യിൽ വിൻഡോസ് 10 ആണ്. ഇനി നോക്കാം ഗൈസ്. കുറച്ച് യൂസർ മാനുവൽസും ഇതൊക്കെയുണ്ട്. നമുക്ക് ഇതിനകത്ത് പിന്നെ 7200 RPM സ്പീഡുണ്ട് ഇതിന്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇത് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യണം. എടുത്ത് ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പഠിക്കുന്നത്. നമ്മുടെ PC-യിലേക്ക് കണക്ട് ചെയ്യുന്നത്. കണക്ടർ പഠിച്ച് നമ്മുടെ ഫോണും കണക്ട് ചെയ്യാം സംഭവം. ഇത് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കണക്ട്. ഇത് ഇതിൻ്റെ റീഡർ കാണിച്ചിട്ട് എന്തൊക്കെയാണ് സംഭവം. ഇത് നമ്മുടെ മെമ്മറി HDD യൂസ് ചെയ്തവർക്ക് അറിയാം. ഇത് സംഭവം. ഇത് നമ്മുടെ മെമ്മറി റീഡറും ഇത് പവർ റീഡർ. ഇത് പവർ കൊടുക്കുന്നത് ഈ ഹാർഡ് ഡിസ്കിന്. ഈ വലിയ സാധനമാണ് ഇത്. ഇതിനകത്തൊരു പവർ നടക്കുന്നത് ഈ വലിയ സാധനവും പിന്നെ ഈ ചെറിയ സാധനം എന്ന് പറയുന്നത് ഇതിനകത്ത് മെമ്മറി. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോറേജിനകത്ത് എന്തൊക്കെ നമ്മുടെ ഡേറ്റാസ് ഉണ്ടോ അതെല്ലാം റീഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയുള്ള ഈ ഒരു ഇതൊന്ന് കാണിക്കാനായിരുന്നു ചെയ്തത്. ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഞാൻ പറയാം. അതിൻ്റെയും കൂടി വീഡിയോ ഇട്ടേക്കാം ഗൈസ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ ഇതിൻ്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി സംഭവം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷനാണ്. ഇത് നമ്മുടെ കീബോർഡിൻ്റെ കണക്ഷനാണ്. സെബ്രോണിക്കിൻ്റെ ഒരു കീബോർഡാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. അതിന് ഗെയിമിംഗ് ഒന്നും അല്ലാത്തത്. ഇത് നമ്മുടെ ചാനലാണ്. നമ്മുടെ ചാനൽ കാണാത്ത കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പിടിക്കുക ഗൈസ്. പിന്നെ നമ്മുടെ കിക്കിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിക്കിൻ്റെ സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്തേക്കുക. നമ്മളിപ്പോൾ ഒരു അൺബോക്സിൻ്റെ ഒരു വാച്ച് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ റിപ്ലൈ ആവുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ പുതിയൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ബുദ്ധിയുടെ പാർട്ട് 2. അത് ഞാൻ അനൗൺസ് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ വന്നെടുപ്പുണ്ട്. അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. ഞാൻ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. നമ്മുടെ ഇത് ഒരു GTA റൈവൽസ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ വീഡിയോ ആണ്. ഇത് അത്യാവശ്യം ഒരു സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ ഗൈസ് ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിനെ കണക്ട് ചെയ്തേക്കും. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ സിഗ്നൽ വിടണം. ഓക്കെ ഗൈസ്, അത് പിന്നീട് നമുക്ക് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നോക്കി ഇത് വെച്ച് കണക്ട് ചെയ്ത് നോക്കി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ USB ഉണ്ടല്ലോ, ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന USB ഫീമെയിൽ കണക്ട്, അവിടെ എന്തോ ഒരു ലൂസ് ഉണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതായിട്ട് കിട്ടുന്നില്ല. സംഭവം വർക്ക് ചെയ്യാൻ നമ്മൾ നോക്കിയപ്പോൾ സിഗ്നൽസ് എല്ലാം കിട്ടുന്നുണ്ട്. അതിനെന്തോ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ലാപ്പിൻ്റെ സർവീസിങ് കൊടുക്കുന്നിടത്ത് കൊടുത്തിട്ട് ഈ പ്രശ്നം പറയാം. നമ്മൾ റാം കൂട്ടാൻ എന്തെങ്കിലും കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ കൊടുത്തി നമ്മളും ഈ കേസിൻ്റെ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് നമുക്കൊന്ന് കണക്ട് നോക്കാം. അതിൻ്റെ വീഡിയോ ഇവിടെ ഇടുന്നതായിരിക്കും കേസ്. പിന്നെ നമ്മുടെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പൊട്ടിക്കാം. പുതിയ കുറേ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, അത്യാവശ്യം അറിയാം. അവരെല്ലാം കൂടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് കിക്കിൻ്റെ അകത്തൊരു ചാനലുണ്ട്, ഡിക്സോ എന്ന് പറയുന്നത്. ലിങ്ക് അതിനകത്ത് ഞാൻ കാണിച്ചിട്ട് ഒരു വീഡിയോ എൻ്റെ ഒരു പോർഷൻ തൊട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പം സൈനിങ് ഓഫ് വൈപ്രോൺ ഗെയിമിംഗ്. നമ്മുടെ കിക്കിൻ്റെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് രണ്ടും ചെയ്തേക്കണം ഗൈസ്. കിക്കിൻ്റെ നല്ലൊരു സപ്പോർട്ട് വരണം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ. ഈ ലൈക്കും സബ്സ്ക്രൈബും കൂടി അടിക്കണം. താങ്ക് യു.